വലിയ വായിലെ ചെറിയ കാര്യങ്ങൾ മാത്രം പോരാ, ഈ ചെറിയ വായിലെ വലിയ കാര്യങ്ങളും കേൾക്കാം. Introducing അച്ഛൻ, അച്ഛമ്മ, അച്ചാച്ചി, അമ്മ and me. ഇന്നത്തെ വീഡിയോ നമുക്ക് ഭാരതപ്പുഴയുടെ അടുത്ത് നിന്ന് തുടങ്ങാം. വെള്ളം കുറവാണ്, എന്നാലും ഈ ലുക്കിനൊരു ഭംഗിയുണ്ട്. ഇത് നമ്മുടെ കുറ്റിപ്പുറം പാലം. ആഹാ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. വീറ്റ് പൊറോട്ടയും കടലക്കറിയും കൊള്ളായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. അല്ല, യാത്ര എങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലോ. വയനാട്ടിലേക്കാണ് യാത്ര. ഇത് നമ്മുടെ താമരശ്ശേരി ചുരം സീ ലെവലിൽ നിന്ന് 800 meters above ആണ്. പണ്ട് ബ്രിട്ടീഷുകാര് വയനാടും കാലിക്കട്ടും കണക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് റൂട്ട് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തപ്പോ ഒരു ട്രൈബൽ ലീഡറായ കരിന്തണ്ടൻ മൂപ്പനാണ് ഹെൽപ്പ് ചെയ്തത് എന്നാണ് ഹിസ്റ്ററി. പിന്നെ കരിന്തണ്ടൻ മൂപ്പനെ ഷൂട്ട് ചെയ്ത് കൊന്നും ആളുടെ ഗോസ്റ്റ് ഇവിടെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സ്റ്റോറിയുണ്ട്. പിന്നെ ഒരു മന്ത്രവാദി വന്ന് ഗോസ്റ്റിനെ ചങ്ങല വെച്ച് മരത്തിൽ കെട്ടിയിട്ടു എന്നാണ് കഥ. ആ ചങ്ങല മരം ഇപ്പോഴും ഇവിടെയുണ്ട്. പോലീസ് മാമന്മാര് ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് ബ്ലോക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഫൈൻ കൊടുക്കാനൊക്കെ വേണ്ടിയാ. പക്ഷെ ഒരു കാര്യം പറയാലോ, ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട ആർക്കായാലും ഒന്ന് നിർത്തി എൻജോയ് ചെയ്യാൻ തോന്നും. ദാ കണ്ടില്ലേ, പിന്നെ ഒരു കാര്യം ചെയ്യാം, വണ്ടിയൊക്കെ സേഫായി പാർക്ക് ചെയ്യുന്നിടത്ത് പാർക്ക് ചെയ്ത് എൻജോയ് ചെയ്യാം. അതിപ്പോ കുറച്ച് നടന്നു വന്നിട്ടാണെങ്കിലും ശരി, വീർത്താണ്. ആ കാണുന്ന ഹെയർ പിൻസ് ഒക്കെ ചുറ്റി വന്നിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. 9 ഹെയർ പിൻ ബെൻസ് ഉണ്ട്. യെസ്, ഇതാണ് വയനാട് എൻട്രൻസ്. ഇതുവരെ കേറി വന്നതൊക്കെ കാലിക്കട്ടാണ്. ഇനി അങ്ങോട്ട് വയനാട്. നമ്മൾ അങ്ങനെ വയനാട് ഗ്രാമത്തിൽ കൂടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. കാപ്പിത്തോട്ടങ്ങളൊക്കെ കണ്ട്, നെൽപ്പാടങ്ങളൊക്കെ കണ്ട്, പുഴയുമൊക്കെ കണ്ടങ്ങള് പോകുന്ന യാത്ര. നൈസ്. വന്നൊരു തേക്കിൻകാട്ടിലെത്തി. തൃശ്ശൂരിലത്തെ തേക്കിൻകാടല്ല, അങ്ങ് വയനാടിലത്തെ തേക്കിൻകാട്. കാടിന്റെ ഭംഗിയൊക്കെ എൻജോയ് ചെയ്ത് പോവാ. ക്യാൻവാസിലൊക്കെ പെയിന്റ് ചെയ്ത പോലെ.
ഈ തീ പിടിച്ച പോലെ നിൽക്കുന്ന മരം കണ്ടോ? ഇതാണ് ഫ്ലെയിം ഓഫ് ദ ഫോറസ്റ്റ്. ഗ്ലാസ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. കാട്ടിലെ തീനാളം തന്നെ. അങ്ങനെ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം എത്തി. അഗ്രഹാരം റിസോർട്ടിലാണ് സ്റ്റേ. ഒരു ചിന്ന ഓഫ് റോഡ് ഫീലിംഗ്. ഇവിടെ ഇത് മാത്രല്ലാതെ വേറെയും ചെയ്യുന്നുണ്ട്. KTDC ടാമറിൻഡ്, ഹിമഗിരി ഹോംസ്, അങ്ങനെ 2-3 പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ആ കാണുന്നതാണ് ബ്രഹ്മഗിരി മൗണ്ടൻസ്. നാളെ നമുക്ക് ഇവിടത്തുള്ള തിരുനെല്ലി ടെമ്പിൾസ് ഒന്നും പോണം. പടിപ്പൂരെത്തി. വില്ല ടൈപ്പാണ് ഇവിടുത്തെ ഷേ. ഇന്റീരിയർ ഒക്കെ ട്രഡീഷണൽ ടൈപ്പാണ്. ഇത് ബെഡിന്റെ ബൗൺസിംഗ് ടെസ്റ്റ് ആണ്. സൂപ്പർ. നികുഞ്ചം, അതാണ് ഞങ്ങൾക്ക് കിട്ടിയ വില്ല. ഓരോ വില്ലച്ചും ഓരോ പേരാ. പിന്നെ ഹാമക്കൊക്കെ ഉണ്ട്. റിലാക്സ് ആയി കിടക്കാം. ഹാമക്കിൽ കിടന്ന് പോസ്റ്റ് ചെയ്യുക. ഒന്ന് കിടന്നാലോ? ഇവിടെ ഓരോ മരങ്ങൾക്കും ഇങ്ങനെ നെയിം ബോർഡൊക്കെ ഉണ്ട്. പേരച്ച് മാത്രല്ല, വേറെയും കുറെ മരങ്ങൾക്കുണ്ട്. That's good. അറിയാത്തവരൊക്കെ എന്തായാലും ഉണ്ടാവൂലോ. ഞാനും അമ്മയും കൂടി ലൂബിക്ക പൊട്ടിക്ക. നമ്മളെ പരിപാടികളൊക്കെ ഇതല്ലേ. ലൂബിക്ക വാവാ, കാണാൻ ഇനിയുമുണ്ട്. സ്വിംഗ്, സ്ലൈഡ്, സീസോ. ഇനി കാണിച്ച വേറൊരു കാഴ്ച. സ്വിമ്മിംഗ് പൂൾ. പിന്നൊരു ബുദ്ധ സ്റ്റാച്ചു ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ പിന്നെ കുറച്ചു നേരം അവിടെ സീസോയിലും സ്വിങ്ങിലും ഒക്കെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോ അച്ചമ്മച്ചും ഒരു മോഹം. സ്വിങ്ങിലാടാൻ, ആട്ടിക്കൊടുക്കാൻ അച്ചാച്ചിയും. ലെറ്റ്സ് എൻജോയ്. നമുക്ക് ജസ്റ്റ് ഇരിക്കാനായിട്ട് ടേബിളും ചെയറും പോലെയാ. പഴയപ്പിച്ചതാണ് തോന്നുകയില്ല അല്ലേ? പക്ഷെ സംഭവം സത്യമാണ്. ഇതെന്റെ ഒരു പോസിംഗ് ആണ്. അധിക നേരം പോസ്റ്റ് ചെയ്താലും പറ്റില്ല. നമുക്കിന്നൊരു അമ്പലത്തിൽ പോകണം. ആനകൾ പാസ് ചെയ്യുന്ന വഴിയാ. ഇത് കണ്ടോ?
അവരൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കരുത് എന്ന ഫോറസ്റ്റുകാരുടെ ബോർഡാ. ഈ ഗൂഗിൾ ആൻഡ് ചിലപ്പോ ചില ഭയങ്കര വഴികളൊക്കെ കാണിച്ചു തരും. ഡിസ്റ്റൻസ് കുറവായിരിക്കും, പക്ഷെ അതുപോലെ റോഡിന്റെ വിഡ്ത്തും കണ്ടീഷനും കുറവാൻ ചാൻസ് ഉണ്ട്. അതൊന്നും ശ്രദ്ധിച്ചാ മതി. ചിലപ്പോ ഇങ്ങനെ കാണിച്ചെന്ന റൂട്ടിൽ നല്ല വ്യൂ ഒക്കെ കിട്ടാറുണ്ട്. തൃശ്ശൂരേരി അമ്പലത്തിക്കാ പോകുന്നേ. നാളെ തിരുനെല്ലി അമ്പലത്തേക്ക് പോയി ബലിയിടലുണ്ട്. നമ്മുടെ ഫാമിലിയിൽ മരിച്ചു പോയവരുടെ സോളിന് വേണ്ടി ചെയ്യുന്ന റിച്വൽസ്. തൃശ്ശൂരേരി അമ്പലം ശിവന്റെ അമ്പലാണ്. തിരുനെല്ലി ടെമ്പിളില് ബലിയിടുന്നതിന് മുമ്പ് ഇവിടെ വന്ന് വിളക്കുമാല വഴിപാടൊക്കെ കഴിക്കണമെന്നാണ്. ശിവന്റെ ശിരസ് ഇവിടെയും പാദങ്ങൾ തിരുനെല്ലിയിലും ആണെന്നാണ് സങ്കല്പം. അപ്പൊ ശിവന്റെ ശിരസിൽ പൂജിച്ച് പാദങ്ങളിൽ ബലിയിട്ട് തിരുനെല്ലി ടെമ്പിളിലുള്ള വിഷ്ണുവിനെ പ്രാർത്ഥിക്കണം. അതാണ് എൻ്റെ ഒരു ഓർഡർ. ഈ സ്റ്റെപ്സ് കയറിപ്പോയാൽ അവിടെ ഒരു നാഗങ്ങളുടെ അമ്പലമുണ്ട്. പിന്നെ തിരുനെല്ലിന്ന് എന്ന പാപനാശിനിയിലത്തെ വെള്ളം ഇവിടെ ഈ കുളത്തിലെത്തും. അവിടുന്ന് ഈ ജലദുർഗ ടെമ്പിളിന്റെ ചുറ്റുമെത്തും. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ജലദുർഗ എന്നാണ് വിശ്വാസം. തിരിച്ചെത്തുമ്പോഴും ഇരുട്ടായി. ഞങ്ങൾ പേഴ്പസ്ഫുള്ളി ഡ്രൈവ് ചെയ്തതല്ല, അങ്ങനെ ആയിപ്പോയി. ഇങ്ങനെയൊക്കെ പോകുമ്പോ സൂക്ഷിക്കണം, കാരണം ആനയൊക്കെ ഉണ്ടാവും വഴിയിൽ. നമ്മളെ പൂരത്തിന് കാണാനല്ല, കാട്ടാന చాలా ഡേഞ്ചറസ്. പിന്നെ ആന വരുന്ന നേരത്ത് നാട്ടുകാരെ ഓടി വന്നേ, ആന വരുന്നേ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആരും പേടിക്കണ്ട, അത് അച്ഛനൊരു എഫക്റ്റ് ഇട്ടതാ. പക്ഷെ ആന വരാൻ ചാൻസ് ഉണ്ട്. തൽക്കാലം പേടിക്കണ്ട, മുമ്പ് കാണിച്ച എഫക്റ്റ് തന്നെയാ. വേണമെങ്കിൽ ഒന്നും കൂടി കണ്ടോ. എഫക്റ്റ് ആന. ദൈവനാണ് അവൻ. അങ്ങനെ പോകുമ്പോ ചില മാനുകളെയൊക്കെ കണ്ടു. രാത്രി പുല്ല് കഴിക്കാൻ നിക്കുക. ഇരുട്ടിൽ തിളങ്ങുന്ന കുറച്ച് കണ്ണുകൾ അത്ര ഇപ്പൊ കാണുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അഗ്രഹാരം റിസോർട്ടിന്റെ അടുത്തെത്തി. ഗേറ്റ് അടച്ചോ ആവോ? അത്താഴ പ്രശ്നക്കാരുണ്ടേ. പഠിപ്പൂരടച്ചല്ലേ, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലേ. രാത്രി റിസോർട്ടിന്റെ ലുക്ക് കുറച്ചും കൂടി സൂപ്പറായ പോലെ. ആ വാം ലൈറ്റ് ഒക്കെ വന്നപ്പോ ഒരു സ്പെഷ്യൽ ലുക്ക്. ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി റിസോർട്ട് നൈറ്റ് ടൈമിൽ എക്സ്പ്ലോർ ചെയ്യാൻ. ഗ്രാൻഡ് റിസോർട്ടിന്റെ അടുത്തുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണിത്, ഹിമഗിരി ഹോംസ്. ഇതിന്റെ 2 സൈഡിലായിട്ടാണ് റൂംസ്, ഈസ്റ്റേൺ സൈഡ് ആൻഡ് വെസ്റ്റേൺ സൈഡ്. നമ്മളിപ്പോ ചെല്ലുന്നത് വെസ്റ്റേൺ സൈഡിലാ.
ഇവിടെ 3 സിംഗിൾ റൂംസ്, അപ്പുറത്ത് 1 സിംഗിൾ റൂം, പിന്നെ ഒരു ട്വിൻ റൂം. വെസ്റ്റേൺ സൈഡിലത്തെ വ്യൂ ആണ് ബെറ്റർ. റിസോർട്ടിന് ചുറ്റും വൈൽഡ് ആനിമൽസ് ഒന്നും കടക്കാതിരിക്കാൻ ഫെൻസിങ് ഉണ്ട്. അങ്ങനെയൊന്നും കറങ്ങി വന്നപ്പോഴും ഫുഡെത്തി. ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയനും. നാളെ അമ്പലം പോകേണ്ടതല്ലേ, അതാ വെജ് ഫുഡ്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഒന്നും കൂടി പ്രവർത്തിച്ചു നോക്കി, പിന്നെ ഉറങ്ങാൻ കിടന്നു. ഇതിപ്പോ വെളുപ്പിനുള്ള സീനാണ്. അച്ഛൻ എടുക്കുന്നതാ. സമയം രാവിലെ 3:43. അച്ഛനെ പെണീക്കാനൊരു കാരണമുണ്ട്. അമ്മ ഇന്നലെ രാവിലെ 3:32 വെച്ചാലും ഇന്നും റിങ് ചെയ്തു. അമ്മ അത് മൈൻഡ് ചെയ്യാതെ സുഖമായി ഉറങ്ങി. പക്ഷെ അച്ഛൻ അത് കേട്ട് ഉറക്കം പോയി എണീറ്റു. പിന്നെ പതുക്കെ പുറത്തിറങ്ങി. എന്തിനാണോ എന്തോ. ഞാനെങ്ങാനും വന്ന് നിൽക്കണ്ടോന്ന് നോക്കാനാവോ? അവിടെ നോക്കി, അവിടെ കുഴപ്പമില്ല. ഇവിടെ നോക്കി, ഇവിടെയും കുഴപ്പമില്ല. പിന്നെ ചുറ്റും നോക്കി. നോട്ടം തൽക്കാലം ഇവിടെ നിക്കട്ടെ. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ മറക്കല്ലേ. നല്ല സൂപ്പർ സീൻസ് വരുന്നുണ്ട്. ഏർലി മോർണിംഗ് റിസോർട്ട് വ്യൂ. കോടമഞ്ഞിൽ കൂടെ ഡ്രൈ. തിരുനെല്ലി ടെമ്പിൾ. പഞ്ചതീർത്ഥ കുളം. ക്ഷേത്രം. കാട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന കരിങ്കൽ പാത്തി. ആനന്ദി റിവർ. കുട്ടനങ്ങളുടെ ഉണ്ണിയപ്പക്കട. അങ്ങനെ കുറെ